അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് നമ്മള് POPയിലെ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങൾ മുന്നേ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ക്വസ്റ്റ്യൻസിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് ഓരോ എന്താ പറയാ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് വരിക. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് വളരെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോവാം. നല്ല ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും എന്നോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനും ആൻസർ പറയാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. POPയിൽ തന്നെ ഫസ്റ്റ് ക്രോപ്പ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓഡിബിൾ അല്ലേ? എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ POPയിൽ തന്നെ ഫസ്റ്റ് ക്രോപ്പ് ആണ് റൈസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ റൈസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും ആദ്യം ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സീഡ് റേറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റിംഗ് റൈസ്. ഓപ്ഷൻ A 60 to 80 kg, ഓപ്ഷൻ B 80 to 100 kg per hectare, ഓപ്ഷൻ C 80 to 90 kg per hectare, ഓപ്ഷൻ D 100 to 110 kg per hectare. ആർക്കെങ്കിലും അറിയാവോ ആൻസർ? ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തോന്ന് പറയാവോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാതിരിക്കാൻ വഴിയില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമുകൾക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഇനിയും ചോദിക്കാം. ഹലോ, 60 to 85 kg per hectare. നമുക്ക് നോക്കാം. 60 to 85 kg per hectare ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ആരാ അത് പറഞ്ഞത്? പേരെന്തായിരുന്നു? പാർവതി. പാർവതി. ഓക്കെ, പാർവതി. ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോ സീഡ് റേറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റിംഗ് റൈസ് എന്ന് പറയുന്നത് 60 to 85 kg per hectare തന്നെയാണ്, കറക്റ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് ഇനി രണ്ടാൾക്കാരെയും കൂടെ പഠിക്കണം, ബ്രോഡ്കാസ്റ്റഡ് റൈസും ഡിബ്ലിംഗ് റൈസും. അപ്പൊ നമ്മൾ ഈ മൂന്ന് മെത്തേഡിനും എത്രയാണ് സീഡ് റേറ്റ് എന്നുള്ളതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രാൻസ്പ്ലാന്റിംഗ് റൈസിന് എക്സാമിന് ചോദിച്ചാൽ ആരും മറന്നു പോകരുത്, 60 മുതൽ 85 കിലോ ആണ് അതിന്റെ കണക്ക്. ഇനി ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, നമ്മൾ വിതറുവാണെന്ന് വിചാരിക്കുക, നമ്മൾ റൈസ് ഫീൽഡ് വിതറുവാണെങ്കിൽ 80 to 100. അപ്പൊ വിതറുമ്പോ കൂടുതൽ വിത്ത് വേണം അല്ലെ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. 80 മുതൽ 100 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് നമുക്ക് വേണ്ട സീഡ് റേറ്റ് എന്ന് പറയും. ഈ ഡിബ്ലിംഗ് നമ്മൾ കുഴിച്ചിടുവാന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് എത്ര വേണം? 80 to 90 kg per hectare ആണ് സീഡ് റേറ്റ് വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, ഏറ്റവും കുറവ് സീഡ് റേറ്റ് വേണ്ടതാണ് ട്രാൻസ്പ്ലാന്റിംഗ് റൈസിന്, 60 to 85 kg per hectare. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു സെക്ഷൻ കുറച്ചു നേരം നമുക്കൊരു ഡൗട്ട് ക്ലിയറിങ്ങിന് വെക്കാം. അപ്പൊ നിങ്ങൾ എന്നോട് ഫ്രീ ആയിട്ട് ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺട്രി ഹു ഡെവലപ്ഡ് SRI സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ. SRI സിസ്റ്റം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? SRI സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാവോ? SRI പാർവതിക്ക് അറിയോ? സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷൻ. ഓക്കെ, ഹലോ മാം, പേരെന്തായിരുന്നു? പാർവതിയാണോ? നിരഞ്ജന. ഓക്കെ, ഗുഡ് നിരഞ്ജന. SRI സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആണ്, സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷൻ. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? ദ കൺട്രി ഹു ഡെവലപ്ഡ് SRI സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ജപ്പാൻ, ഓപ്ഷൻ B ഗോട്ടിമല, ഓപ്ഷൻ C ഫിലിപ്പൈൻസ് ആൻഡ് ഓപ്ഷൻ D മഡഗാസ്കർ. സോറി, നിങ്ങൾ ആൻസർ കണ്ടെന്ന് തോന്നുന്നു, കൈ തെറ്റിയതാണ്, സോറി, ക്ഷമിക്കണം. ആൻസർ പറയാവോ? കണ്ടവരെങ്കിലും ആൻസർ പറയാവോ? ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. SRI സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ മഡഗാസ്കർ എന്ന് പറഞ്ഞ കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തത്.
അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സീഡ് റേറ്റ്, സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷൻ ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സീഡ് റേറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 25x25 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 കിലോഗ്രാം വിത്താണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പ്ലാന്റിങ്ങിനും ഡിബ്ലിങ്ങിനും ബ്രോഡ്കാസ്റ്റഡിനൊക്കെ നമ്മൾ എത്ര കിലോഗ്രാം സീഡായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാളും വളരെ കുറവ് സീഡ് റേറ്റ് മതി ഈ പറഞ്ഞ SRI സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷന്. അത് നമ്മൾ 8 മുതൽ 12 യങ് സീഡ്ലിങ്സ് ആണ് മെയിൻ ഫീൽഡിലോട്ട് നമ്മൾ ആ ഒരു 8 മുതൽ 12 ദിവസം പ്രായമുള്ള കേട്ടോ യങ് സീഡ്ലിങ്സ് ആണ് നമ്മൾ മെയിൻ ഫീൽഡിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു മിനിറ്റ്, ഹലോ കേൾക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, സോറി കേട്ടോ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ, സോറി. 8 മുതൽ 12 എന്താ പറയാ പ്രായമുള്ള ആ ഒരു സ്റ്റേജിലുള്ള യങ് സീഡ്ലിങ്ങിനെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഫീൽഡിലോട്ട്. ഇതിനകത്ത് ഈ സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മൾ ഹെർബിസൈഡുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് മെയിൻ ആയിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ സ്കാഴ്സിറ്റി, അതായത് വെള്ളം അധികമായിട്ട് കിട്ടാത്ത ഏരിയ, വെള്ളം ദൗർലഭ്യമുള്ള ഏരിയ, സ്കാഴ്സിറ്റി വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ SRI സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൾട്ടിവേഷന് 25 മുതൽ 50% കുറച്ച് എന്ത് മതി, നമുക്ക് വെള്ളം മതി. അതായത് നോർമൽ നമ്മൾ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്ലഡഡ് കണ്ടീഷനിലാണ് അല്ലെ. ഫീൽഡിൽ നമ്മൾ വെള്ളമൊക്കെ പാടത്ത് അല്ലെങ്കിൽ ഫീൽഡിൽ മൊത്തമായിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ റൈസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു 25 മുതൽ 50% വെള്ളം കുറവ് മതി കൺവെൻഷണൽ സിസ്റ്റത്തിനേക്കാളും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ സീഡ് റേറ്റും കുറവാണ്, 2 കിലോ മതി. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ സ്പേസിങ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, 25x25 ആണ് സ്പേസിങ്. സീഡ് റേറ്റ് 2 kg ആണ്. 8 മുതൽ 12 ദിവസം പ്രായമുള്ള സീഡ്ലിംഗ്. ഇതൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാം, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം അവിടെ എഴുതിയേക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് SRI സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈസിന് നമ്മൾ ഫ്ലഡഡ് കണ്ടീഷനിലാണ് റൈസ് ചെയ്യുന്നത് അല്ലെ, അതിനേക്കാളും 25 to 50% വാട്ടർ കുറവ് മതി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കൺട്രി ഹു ഡെവലപ്ഡ് SRI സിസ്റ്റം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, മഡഗാസ്കർ ആണ് ആൻസർ. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് ഫിലിപ്പൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞത് ഡെപ്പോഗ് മെത്തേഡ് ആണ്. റൈസിൽ തന്നെ ഡെപ്പോഗ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് റൈസ് കൾട്ടിവേഷനിൽ. ആ സിസ്റ്റം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന കൺട്രിയാണ് ആര്, ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ ആള്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ ഓഫ് മിനി സെറ്റ് പ്ലാന്റിംഗ് ടെക്നിക് ഓഫ് ടപ്പിയോക്ക. ടപ്പിയോക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ, കസാവ അല്ലെങ്കിൽ ടപ്പിയോക്ക. പല നാടുകളിൽ അതിന് പല പേരാണ്. എന്റെ നാട്ടിൽ അതിന് കൊള്ളി എന്നാണ് പറയാ, തൃശ്ശൂരാണ് കൊള്ളി എന്നാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ അതിന് കപ്പ എന്നൊക്കെ പറയും, മരച്ചീനി, പൂള, അങ്ങനെയൊക്കെ അതിന് ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ അതിന്റെ മിനി സെറ്റ് പ്ലാന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്മളൊരു രീതി ചെയ്യുന്നുണ്ട് കപ്പയ്ക്ക്. അതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയാ നമുക്ക് സെറ്റ്സ് വളരെ നമുക്ക് എന്താ പറയാ വളരെ 1:10 കിട്ടുന്നിടത്ത് നമുക്ക് 1:, വേറൊരു റേഷ്യോ ആണ് നമുക്ക് അതിന് വരുന്നത്. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി കർഷകർ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ മിനി സെറ്റ് പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടെക്നിക്ക് കൊണ്ട് എന്താണ് ആ മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ എന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. 1:50, 1:20, 1:40 ആൻഡ് 1:60. ആർക്കെങ്കിലും അറിയാവോ? 1:60. 1:60.
ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഗുഡ് വെരി ഗുഡ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 1:10 ആണ് അതിന്റെ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ നമുക്ക് 1:60 ആണ് അതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, 1:60 ആണ് ആൻസർ. ഇനി എലിഫന്റ് ഫൂട്ടിയാം അറിയാലോ അല്ലെ? ചേന എന്ന് പറയുന്ന ആള്, നല്ല വലിപ്പമുള്ള ആളില്ലേ, എലിഫന്റ് ഫൂട്ടിയാം. അതിനും നമ്മൾ ഈ പറയുന്ന മിനി സെറ്റ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വലിയ സൈസിലുള്ള ചേന കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 കിലോ, 600 ഗ്രാം, 700 ഗ്രാം, മാക്സിമം ഒരു മിനിമം 500 ടു ഒരു 700 അല്ലെങ്കിൽ 750 ഗ്രാമോളം ഒക്കെ നമുക്ക് എന്ത് വേണ്ട വരും, പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഫീൽഡിൽ കർഷകർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു മൊത്തം അതിന്റെ ഈൽഡ് കിട്ടിയാലും അതിൽ നിന്നൊരു 4-5 പ്ലാന്റിംഗ് മെറ്റീരിയൽ നമുക്ക് ഒന്നിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ കർഷകരെ സംബന്ധിച്ച് അത് വളരെ നഷ്ടമായതുകൊണ്ട് തന്നെ അവർ അതിലും ഒരു മിനി സെറ്റ് പ്ലാന്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചു. അതാണ് ഈ പറയുന്ന 1:15 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുക. അപ്പൊ ഓർത്ത് വെക്കുക, ടാപ്പിയോക്കയ്ക്ക് മിനി സെറ്റ് പ്ലാന്റിംഗ് ടെക്നിക് വഴിയുള്ള മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ 1:60 ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് എലിഫന്റ് ഫൂട്ടിയാം ചേനയ്ക്കാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അത് 1:15 അങ്ങനെ വരുന്ന റേഷ്യോ ആയിരിക്കും. ഇനി ഇത് തന്നെ ഞാൻ സർപ്പന്റൈൻ ലെയർ മെത്തേഡിൻ പെപ്പർ കൊടുക്കാൻ കാരണം, കുരുമുളകിൽ നമുക്കറിയാം ബുഷ് പെപ്പർ അല്ലാതെ നോർമൽ ലെയർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ ഈ സർപ്പന്റൈൻ ലെയർ മെത്തേഡിൽ തന്നെ നമുക്ക് ഒരു കട്ടിങ്, ഇന്റർനോഡ് കട്ടിങ്ങുകൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക. നമ്മളിങ്ങനെ ഈ സർപ്പന്റൈൻ ഒരു പാമ്പ് പോകുന്ന രീതിക്കായിരിക്കും നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഓരോ പോളി ബാഗ് കവറുകളിലും അതിന്റെ നോഡ് കുത്തി ഈർക്കിലി വെച്ച് കുത്തി, അങ്ങനെയാണ് നമ്മൾ ആ സർപ്പന്റൈൻ ലെയർ മെത്തേഡ്. ഞാൻ ഇൻഡെപ്ത് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന എന്താണ് പെപ്പറിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെത്തേഡാണ് സർപ്പന്റൈൻ ലെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ റേഷ്യോ നിങ്ങളോട് ചോദിക്കാം. അത് എത്രയായിരിക്കും? 1:60 തന്നെയാണ്. അതിലും നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 60 എണ്ണം കിട്ടും. അപ്പൊ ടാപ്പിയോക്കയ്ക്കും 1:60 ആണ്, അതുപോലെ തന്നെ പെപ്പറിനും 1:60 ആണ്. പിന്നെ എലിഫന്റ് ഫൂട്ടിയാമിന് എത്രയാണ്? 1:15 എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, നഴ്സറി ഓർ സീഡ് ബെഡ് ഏരിയ റിക്വയർഡ് ഫോർ റൈസ് കൾട്ടിവേഷൻ ഫോർ 1 hectare. നമുക്കറിയാം അല്ലെ, എന്തായാലും നമ്മളൊരു നഴ്സറി ഏരിയ എന്തായാലും ഒരു ക്രോപ്പ് ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ ഏരിയയിലായിരിക്കും. ഇപ്പൊ 1 hectare എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 250 സെന്റ് ആണ്. അതുപോലെ തന്നെ 10,000 മീറ്റർ സ്ക്വയർ ആണ് ഒരു ഹെക്ടർ എന്ന് നമുക്ക് അറിയാം. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ നമുക്ക് ഇവർ ചോദിച്ചേക്കുന്നത് നമ്മളോട് നഴ്സറി ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നഴ്സറി ഏരിയ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ 10 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 100 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 1000 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 10,000 മീറ്റർ സ്ക്വയർ. അതാണ് നമ്മളുടെ ഓപ്ഷൻസ്. നിങ്ങൾക്ക് അറിയാവോ, 1 hectare ഏരിയ എന്ന് പറഞ്ഞാൽ 10,000 മീറ്റർ സ്ക്വയർ ആണ്. അതാണ് അതിന്റെ ബേസിക്. അതിന് എത്രയാണ് നഴ്സറി ഏരിയ വേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാവോ? 1000 meter square. 1000 meter square. 1000 മീറ്റർ. വെരി ഗുഡ് 1000 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് അറിയാവോ എല്ലാവർക്കും? 1/10th. 1/10th ഓഫ് ദി ടോട്ടൽ ഏരിയ. യെസ്, ഗുഡ്. അപ്പൊ 1 hectare പറയുന്നത് 10,000 മീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ഏരിയ നീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നഴ്സറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തമുള്ള ഏരിയയുടെ 1/10th മതി. അതായത് 10,000ന്റെ അതിന്റെ 1/10th എന്ന് പറയുമ്പോൾ എത്ര വരും? 10,000/10 വരുമ്പോൾ 1000 മീറ്റർ സ്ക്വയർ വരും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ നഴ്സറി ഏരിയ. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരും 100 മീറ്റർ എന്നോ 10 മീറ്റർ ഒന്നും പോയി ക്ലിക്ക് ചെയ്ത് ആൻസർ തെറ്റിക്കരുത്, തർപ്പിക്കരുത്. 1000 മീറ്റർ എന്ന് തന്നെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് 1/10th ഓഫ് ദ ടോട്ടൽ ഏരിയ. ചിലപ്പോൾ അത് 2 hectare ഏരിയക്ക് ചോദിക്കാം, 5 hectare ഏരിയക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ എത്ര ഏരിയക്കാണ് അവർ ചോദിച്ചേക്കുന്നതെന്ന് അനുസരിച്ച് വേണം അതിന്റെ ഡിജിറ്റ്സ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അത് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൾച്ചറൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് VD റൈസ്. ഓപ്ഷൻ എ സോയിൽ സോളറൈസേഷൻ, ഓപ്ഷൻ ബി ഗ്രീൻ മാനുവറിംഗ്, ഓപ്ഷൻ സി സ്റ്റെയിൽ സീഡ് ബെഡ്, ഓപ്ഷൻ ഡി മൾച്ചിങ്. ഒരു കൾച്ചറൽ മെത്തേഡ് നമ്മൾ VD റൈസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റൈസ് ഫീൽഡിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരാളാണ് എന്താ പറയാ VD റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈൽഡ് റൈസ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനു വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കൾച്ചറൽ മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും കൾച്ചറൽ മെത്തേഡ്? അറിയാമെങ്കിലും
എനിവൺ? Seed bed. ഓക്കെ, ആരും നിരഞ്ജനയാണോ പാർവതിയാണോ? Niranjana. ഓക്കെ, വെരി ഗുഡ് നിരഞ്ജന, വെരി ഗുഡ്. ഓക്കെ, സ്റ്റെയിൽ സീഡ് ബെഡ് ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം എന്താ സ്റ്റെയിൽ സീഡ് ബെഡ് എന്ന് നോക്കാം. ഓക്കെ, സ്റ്റെയിൽ സീഡ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് വി ആർ അലോയിങ് ടു ജെർമിനേറ്റ് ദ VD റൈസ് ആഫ്റ്റർ ദ ലാൻഡ് പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ്, ഇംഗ്ലീഷ് വായിച്ച് മലയാളം പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ മുഷിപ്പിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ എന്താ പറയാ, ലാൻഡ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്തു. ഫീൽഡിൽ റൈസ് പാഡി സോ ചെയ്യാൻ വേണ്ടി ലാൻഡ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് പാഡി സോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാഡി സോൺ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, VD റൈസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഈ വരിനെല്ല് അല്ലെങ്കിൽ VD റൈസ് കളയാണ്, ഒരു ടൈപ്പ് കളയാണ്. അത് റൈസിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നക്കാരനാണ്. അദ്ദേഹത്തെ വളരാനായിട്ട് നമ്മൾ സമ്മതിക്കുകയാണ്. VD റൈസിന് വളരാനായിട്ട് നമ്മൾ അലോ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവാം, അങ്ങനെ നമ്മൾ അലോ ചെയ്യുന്ന സമയത്ത് ഈ VD റൈസിനും നോർമൽ റൈസിനും ഒരു പ്രത്യേകതയുണ്ട്. നോർമൽ റൈസിനേക്കാളും ഒരു 15 മുതൽ 30 സെന്റിമീറ്റർ നീളം ആർക്കുണ്ട്, ഈ VD റൈസിനുണ്ട്. ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ കാണുന്നവൻ VD റൈസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ അവനെ കാണും. നോർമൽ റൈസ് ഫീൽഡില് നിങ്ങളിപ്പോ ഒരു കൃഷി ഓഫീസറോ കൃഷി അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന ആളാണ് VD റൈസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ട്. അയാളെ നമ്മൾ എന്ത് വെച്ചിട്ട് നമ്മള് ഫീൽഡിൽ നിന്ന് തുരത്തും? ഗ്ലൈഫോസൈറ്റ് അല്ലെങ്കിൽ ഗ്ലൂഫോസിനേറ്റ് അമോണിയം. അത് ഇമ്പോർട്ടന്റ് കേട്ടോ. സ്റ്റെയിൽ സീഡ് ബെഡ് ടെക്നിക്കിൽ അല്ലെങ്കിൽ VD റൈസിന്റെ മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഹെർബിസൈഡ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ഗ്ലൈഫോസൈറ്റ് അല്ലെങ്കിൽ ഗ്ലൂഫോസിനേറ്റ് അമോണിയം ഓപ്ഷനിലുണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ പോയി കറപ്പിക്കണം. അപ്പൊ ഗ്ലൈഫോസൈറ്റ് അല്ലെങ്കിൽ ഗ്ലൂഫോസിനേറ്റ് അമോണിയാണ് സ്റ്റെയിൽ സീഡ് ബെഡ് ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിസൈഡ് എന്ന് എല്ലാവരും ഓർക്കുക. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള റൈസിനെ നമ്മൾ അവിടെ വളരുന്നതിന് മുന്നേ തന്നെ ലാൻഡ് പ്രിപ്പയർ ചെയ്തിട്ടിട്ട് VD റൈസിനെ നമ്മൾ അലോ ചെയ്യും വളരാൻ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് വെച്ച് നമുക്ക് ആളെ പിടികിട്ടും. എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് വെച്ച് ഗ്ലൈഫോസൈറ്റ് അല്ലെങ്കിൽ ഗ്ലൂഫോസിനേറ്റ് അമോണിയം വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യും ആ ഹെർബിസൈഡ് ഉപയോഗിച്ച്. അതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, റൈസ് തന്നെ വെരി മച്ച് ഇമ്പോർട്ടന്റ് ക്രോപ്പ് ആയതുകൊണ്ട് ഇതൊന്ന് കുറച്ചധികം, അതായത് ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്, ഇനിയും ചോദിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതൊന്നും നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ പറയാം, ഇൻ കൂട്ടുകൊണ്ടൈൻ സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവേഷൻ ദ റേഷ്യോ ഓഫ് ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആൻഡ് ഫോട്ടോ സെൻസിറ്റീവ് വെറൈറ്റീസ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 30:70, ഓപ്ഷൻ ബി 70:30, ഓപ്ഷൻ സി 60:40, ഓപ്ഷൻ ഡി 40:60. അറിയാവോ ആർക്കെങ്കിലും? കൂട്ടുമുണ്ടെങ്കിൽ 70:30. നന്നായി ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആൻഡ് ഫോട്ടോ സെൻസിറ്റീവ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് തിരിച്ചും ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്താ റേഷ്യോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് POPയിൽ എന്താണോ അത് തന്നെയാണ് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ക്വസ്റ്റ്യൻ മാറ്റിയിട്ടിട്ടൊന്നുമില്ല. പക്ഷെ മേ ബി ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചും ചോദിക്കാം. അപ്പൊ അങ്ങനെയും കൂടി പഠിച്ചിട്ട് വേണം പോവാൻ. ആൻസർ നിങ്ങൾ പറഞ്ഞു 70:30. യെസ്, ഗുഡ്, അത് കറക്റ്റ് ആണ് ആൻസർ. ഇനി തിരിച്ചു ചോദിച്ചാലോ, ഫോട്ടോ സെൻസിറ്റീവ് ആൻഡ് ഫോട്ടോ ഇൻസെൻസിറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും 30:70 തന്നെ അടിക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം, എന്നിട്ട് വേണം ഓപ്ഷൻ നോക്കാൻ. ഇത് കറക്റ്റ് POPയിലുള്ളത് തന്നെയാണ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്, 70:30 ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഇത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൂട്ടുമുണ്ടകൻ സിസ്റ്റം ഓഫ് റൈസ് കൾട്ടിവിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇൻസെൻസിറ്റീവും ഫോട്ടോ സെൻസിറ്റീവും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. ഫോട്ടോ ഇൻസെൻസിറ്റീവ് വെറൈറ്റി, വിരിപ്പിലുള്ള ഫോട്ടോ ഇൻസെൻസിറ്റീവ് വെറൈറ്റിയും മുണ്ടകനിലുള്ള ഫോട്ടോ സെൻസിറ്റീവ് വെറൈറ്റീസും നമ്മൾ എപ്പോ സോൺ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എപ്പോഴാണ് സോൺ ചെയ്യുന്നത് എന്നും കൂടെ നമ്മളോട് ചോദിക്കാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ അവര് ഓപ്ഷൻ കൊടുക്കും. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, ബോത്ത് ANB, ബോത്ത് BNC അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ വിരിപ്പൂന്ന് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അപ്പൊ വിരിപ്പൂലും മുണ്ടകനിലും രണ്ടുപേരെയും കൂടെ നമ്മൾ എപ്പോഴാണ് സോൺ ചെയ്യുന്നത്, വിതയ്ക്കുന്നത്? വിരിപ്പ് സീസണിലാണ് നമ്മൾ വിതയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോട്ടോ ഇൻസെൻസിറ്റീവ് വെറൈറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിരിപ്പ് സീസൺ, അതായത് വിരിപ്പ് ക്രോപ്പിനെ നമ്മൾ എപ്പോ ഹാർവെസ്റ്റ് ചെയ്യുന്നു? ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം.
ആരെയാണ് ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഏത് ഡ്യൂറേഷനിലാണ്, ഏത് സമയത്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് നമ്മൾ ഫോട്ടോ ഇൻസെൻസിറ്റീവ് വെറൈറ്റീനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഫോട്ടോ സെൻസിറ്റീവ് വെറൈറ്റീസിനെ നമ്മൾ എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതായത് മുണ്ടകൻ ക്രോപ്പിനെ നമ്മൾ എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഡിസംബർ ജനുവരി ഏറ്റവും അവസാനം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കൂട്ടുമുണ്ടകൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ 3-4 പോയിന്റ് ഇതിനകത്ത് വന്നു. ഈ 4 പോയിന്റും നിങ്ങൾക്ക് 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇത് ക്ലിയർ ആക്കി വെക്കുക നിങ്ങളുടെ മൈൻഡിൽ. ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആണ് ഫസ്റ്റ്. നമ്മളെപ്പോഴും ആദ്യം നോൺ അല്ലാത്ത ആൾക്കാരായിരിക്കും പഠിക്കുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്. നോൺ സെൻസിറ്റീവ് ആണ് ആദ്യം, എന്നിട്ടാണ് സെൻസിറ്റീവ് പോകുന്നത്. അപ്പൊ ഫോട്ടോ ഇൻസെൻസിറ്റീവ് പ്ലസ് ഫോട്ടോ സെൻസിറ്റീവ് ഓർത്ത് വെക്കുക. 70:30 ആണ് റേഷ്യോ. വിരിപ്പ് സീസണിലാണ് നമ്മൾ സോൺ ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. വിരിപ്പ് ക്രോപ്പിന് ഓഗസ്റ്റ് സെപ്റ്റംബറിലും മുണ്ടകൻ ക്രോപ്പിന് ഡിസംബർ ജനുവരിയിലും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോവാം. മിസ് ആദ്യം ഷോർട്ട് ഡ്യൂറേഷനും പിന്നെ മീഡിയം ഡ്യൂറേഷൻ അങ്ങനെയല്ലേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വിരിപ്പ് സീസണിലെ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റീസും മുണ്ടകനിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റി അങ്ങനെ മിക്സ് ചെയ്തിട്ടല്ലേ കൂട്ടുമുണ്ടകനിൽ? അതെ അതെ അതെ, അതാണ് ഈ കൂട്ടുമുണ്ടകൻ എന്ന് പറയുന്നത്. രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് സോൺ ചെയ്തിട്ട് 2 സെപ്പറേറ്റ് ടൈമിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതാണ് 70:30. അതിൽ 70-30 രണ്ടും മറക്കുമല്ല, തെറ്റിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് ഫോട്ടോ ഇൻസെൻസിറ്റീവും രണ്ടാമത്തെ ഫോട്ടോ സെൻസിറ്റീവും ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം അല്ലേ? ഓക്കെ, ഹെർബിസൈഡ് യൂസ്ഡ് ഫോർ ദ സെലക്ടീവ് ഡ്രൈയിങ് ഓഫ് പാനിക്കിൾസ് ഓഫ് VD റൈസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് നിങ്ങൾക്ക് ഓർത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. ഹെർബിസൈഡ് യൂസ്ഡ് ഫോർ ദ സെലക്ടീവ് ഡ്രൈയിങ് ഓഫ് പാനിക്കിൾ ഓഫ് VD റൈസ്. ഗ്ലൂഫോസിനേറ്റ് അമോണിയം. യെസ്, വെരി ഗുഡ്. ഗ്ലൂഫോസിനേറ്റ് അമോണിയം തന്നെയാണ്. നമുക്ക് അതിന്റെ നോക്കാം. ഓക്കെ, ഹെർബിസൈഡ് യൂസ്ഡ് ഫോർ ദ സെലക്ടീവ് ഡ്രൈയിങ് ഓഫ് പാനിക്കിൾ ഓഫ് VD റൈസ് ഗ്ലൂഫോസിനേറ്റ് അമോണിയം തന്നെയാണ്. അപ്പൊ VD റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൈസിന്റെ സയന്റിഫിക് നെയിം എന്താ? റൈസിന്റെ സയന്റിഫിക് നെയിം യെസ്, ഒറൈസ സറ്റേവ. അപ്പൊ VD റൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒറൈസ റൂഫിപ്പോഗണാണ് ഈ VD റൈസ്, അല്ലെങ്കിൽ വരിനെല്ല് അല്ലെങ്കിൽ കളയായിട്ടൊക്കെ പറയുന്നത് ഒറൈസ റൂഫിപ്പോഗണയാണ് നമ്മൾ പറയുന്നത്. ഓർത്തു വെക്കുക ജസ്റ്റ്. ഇനി VD റൈസിന്റെ പ്രത്യേകത ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു. അത് നമ്മൾ മെയിൻ ക്രോപ്പിനേക്കാളും ഒരു 2 മാസം മുമ്പേ VD റൈസ് ഫീൽഡിൽ എമർജ് ചെയ്ത് തുടങ്ങും. പിന്നെ VD റൈസിന്റെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു, അതിനൊരു 15 മുതൽ 30 സെന്റിമീറ്റർ കൂടുതൽ ടോൾ ആയിരിക്കും. ആര്? മെയിൻ ക്രോപ്പിനേക്കാളും. നമ്മുടെ പാഡിയേക്കാളും 15 to 30 സെന്റിമീറ്റർ ഇവൻ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന VD റൈസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡ് വൈപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ആ വീഡ് വൈപ്പർ KU ആണ് കൊണ്ടുവന്നത്. KU വീഡ് വൈപ്പർ. മേക്ക് യൂസ് ഓഫ് ദി ഹൈറ്റ് ഡിഫറൻസ് ഫോർ ദ സെലക്ടീവ് ആപ്ലിക്കേഷൻ ഓഫ് ഹെർബിസൈഡ്സ്. അതായത് നമ്മൾ ഈ ഹൈറ്റ് ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ഈ വീഡ് വൈപ്പർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതാക്കുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റും, അതൊരു ഹാൻഡ് ഓപ്പറേറ്റഡ് വീഡ് വൈപ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ട് കാണാം എത്ര ഹൈറ്റിലാണ് ഈ വീഡ്സ് നിൽക്കുന്നത് എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ഈ ഗ്ലൂഫോസിനേറ്റ് അമോണിയ അല്ലെങ്കിൽ ഗ്ലൈഫോസൈറ്റ് ഒക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്തിട്ട് VD റൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ ഇത്രയും ഉദ്ദേശിച്ചത്. അതാണ് ഒറൈസ റൂഫിപ്പോഗണാണ് VD റൈസ്. നമ്മൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം ആയതുകൊണ്ട് മാക്സിമം ഒരു 25% ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ റൈസിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് ഈ VD റൈസ്. മേ ബി അതിന്റെ സയന്റിഫിക് നെയിം ചോദിക്കാം, ഒറൈസ റൂഫിപ്പോഗൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെയിം ദ സ്പെസിഫിക് കെമിക്കൽ യൂസ്ഡ് ടു കൺട്രോൾ മൈറ്റ്സ്. MITES, മൈറ്റ്സ്. അതായത് നമുക്ക് ഫീൽഡിൽ ഒരുപാട് പെസ്റ്റുകൾ ഉണ്ട് അല്ലെ? അഫിഡ് ഉണ്ട്, വൈറ്റ് ഫ്ലൈസ് ഉണ്ട്, മൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റിൽസ്, ബോറേഴ്സ്, ബീവിൾസ്, കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ അതിൽ മൈറ്റിന് സ്പെസിഫിക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ ഏതാണ്? ക്ലോർപൈറിഫോസ്, ഡൈമെത്തോയേറ്റ്സ്, പൈറോമെസിഫിൻ ആൻഡ് മാലത്തയോൺ. അറിയാമോ? പൈറോമെസിഫൈൻ. ഓക്കെ, വെരി ഗുഡ്. സ്പൈറോമെസിഡിൻ ആണ് കറക്റ്റ് ആൻസർ. എനിക്ക് അതിന് പ്രത്യേകം ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. സ്പൈറോമെസിഡിൻ സ്പെസിഫിക്, എന്റെ ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് ക്ലിയർ. സ്പെസിഫിക് കെമിക്കൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് മൈറ്റിനെ കൺട്രോൾ നമുക്ക് റോഗർ പോലെയുള്ള ആളുകളേക്ക് ഉപയോഗിക്കാം. അതായത് ഈ ഡൈമത്തോയിറ്റ് ഒക്കെ റോഗറാണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്പെസിഫിക് ആയിട്ട് മൈറ്റിന് നമ്മൾ സ്പൈറോമെസിഡിൻ എന്ന് പറയുന്ന കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്താണ് ഇൻ റൈസ് onion leaf is the symptom produced by the attack of. Onion leaf is the symptom produced by the attack of
സ്റ്റെം ബോറർ, ട്രിപ്സ്, ലീഫ് റോളർ ആൻഡ് ഗോൾമിച്ച്. ഏതായിരിക്കും? ഗോൾമിറ്റ്. ഗോൾമിച്ച്. ഓക്കെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത് വേറെ രീതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. നമ്മളെല്ലാവരും ഗോൾമിച്ചിന്റെ സിൽവർ ഷൂട്ട് എന്നായിരിക്കും എല്ലാവരും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് അങ്ങനെ ഇടാതെ വേറെ രീതിക്ക് ഇട്ടത്. അതായത് ഒണിയൻ ലീഫ് എന്ന് കൂടെ പറയും. ചിലപ്പോ ഇപ്പോഴത്തെ എക്സാമിന് അവർ സിൽവർ ഷൂട്ട് അല്ലാതെ ഒണിയൻ ലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ എഴുതാൻ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒണിയൻ ലീഫ് എന്ന് കൂടെ ഇട്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, സോറി. ഗോൾമിച്ച് ആണ് കറക്റ്റ് ആൻസർ. ഒണിയൻ ലീഫ് അല്ലെങ്കിൽ സിൽവർ ഷൂട്ട്, അത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് തരുന്ന PPT-യിൽ അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാം കേട്ടോ, സോറി. ഒണിയൻ ലീഫ് അല്ലെങ്കിൽ സിൽവർ ഷൂട്ട് എന്ന് പറയും. ഗോൾമിച്ച് തന്നെയാണ്. ഒർസിയോളിയ ഒറൈസെ ആണ് അതിന്റെ സയന്റിഫിക് നെയിം. മേ ബി നിങ്ങളോട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അറ്റാക്ക് ഓഫ്, ചിലപ്പോ തിരിച്ചും ചോദിക്കാം, ഗോൾമിച്ച് ഉണ്ടാക്കുന്ന പറയാ സിംറ്റം ഏതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ട് ചിലപ്പോ ഡെഡ് ഹാർട്ട്, വൈറ്റ് ഇയർ ഹെഡ്, ഒണിയൻ ലീഫ് അങ്ങനെയും കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ അവർ ചോദിച്ചാലും, മേ ബി ഇതിന്റെ സയന്റിഫിക് നെയിം ചോദിച്ചാലും, ഇതിന്റെ സിംറ്റം ചോദിച്ചാലും, ഇതിന്റെ എന്താ പറയാ അറ്റാക്ക് മറ്റേ എന്താണ് ചോദിച്ചാലും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു സയന്റിഫിക് നെയിമും അതിന്റെ സിംറ്റമും അതിന്റെ കോമൺ നെയിമും ഒക്കെ ഇട്ടത്. അപ്പൊ ഒണിയൻ ലീഫ് ഓർ സിൽവർ ഷൂട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗോൾമിച്ച് ആൻഡ് സയന്റിഫിക് നെയിം ഈസ് ഒർസിയോളിയ ഒറൈസെ. ദെൻ ഡെഡ് ഹാർട്ട് ആൻഡ് വൈറ്റ് ഇയർ ഹെഡ് പ്രൊഡ്യൂസ്ഡ് ബൈ റൈസ് സ്റ്റെം ബോറർ, സിർക്കോഫാഗസ് ഐസ. നെക്സ്റ്റ് ട്രാൻസ്പാരന്റ് വൈറ്റിഷ് ട്രീക്ക് ആൻഡ് ട്യൂബുലർ ഫോൾഡർ ലീവ്സ് ആണ് ലീഫ് റോളറിന്റെ. ഓക്കെ, ലീഫ് റോളറിന്റെ എക്സാമ്പിൾ സയന്റിഫിക് നെയിം ആണ് നെഫാലോക്രോസിസ് മെഡിനാലിസ്. അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അരിക്കൊടി ഈസ് ദ വെറൈറ്റി ഓഫ്. അരിക്കൊടി ഈസ് ദ വെറൈറ്റി ഓഫ്. ഓപ്ഷൻ എ ബെറ്റൽ വൈൻ, ഓപ്ഷൻ ബി ഓസിമം, ഓപ്ഷൻ സി സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ഓപ്ഷൻ ഡി പെപ്പർ. ആർക്കെങ്കിലും പേരിനകത്ത് ബെറ്റൽ വൈൻ. ഓക്കെ, അപ്പോ ആർക്കും പെപ്പർ ആണെന്ന് തോന്നിയില്ലേ? ആർക്കും പെപ്പർ ആണെന്ന് ഒരു ഡൗട്ടും തോന്നിയില്ലേ ഈ അരിക്കൊടി എന്നുള്ള ഓപ്ഷൻ കേട്ടിട്ട്? എനിവൺ, ആർക്കെങ്കിലും തോന്നിയോ? അല്ല, ഇനി കാര്യം പറയാം. നെക്സ്റ്റ് നമുക്ക് ആൻസറിലോട്ട് പോകാം. കറക്റ്റ് ആണ്, യെസ്. അരിക്കൊടി ഇസ് ദ വെറൈറ്റി ഓഫ് ബെറ്റൽ വൈൻ തന്നെയാണ് ആൻസർ. നമുക്ക് നോക്കാം. ഓസിമം അറിയാവോ ആർക്കെങ്കിലും? ഓസിമം സ്വീറ്റ് എന്താന്ന് അറിയാവോ? ഓസിമം തുളസി. യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് അതർ വെറൈറ്റീസ് നോക്കാം ബെറ്റൽ വൈൻ്റെ. അതായത് തുളസി, അതുപോലെ വെൺമണി, കൽക്കൊടി, കരിലാഞ്ചി, കർപ്പൂരം, ചേലാന്തി കർപ്പൂരം, കൂട്ടക്കൊടിനാടൻ, ദെൻ പെരുംകൊടി, അമരാവിള ആൻഡ് പ്രാമുട്ടൻ. ഇതിൽ ഏത് വെറൈറ്റി നിങ്ങളോട് ചോദിച്ചു ചിലപ്പോ തുളസിന്ന് തന്നെ കൊടുക്കും. അപ്പൊ അതാരും തുളസിന്ന് എഴുതി അങ്ങനെ ഒരു മൈൻഡിലോട്ട് പോകരുത്. തുളസി എന്ന് പറയുന്ന ഒരു ബെറ്റൽ വൈൻ, വെറ്റിലയുടെ ഒരു ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഓസിമം ക്ലിയർ ആണ്. വെറ്റില, സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് അറിയാം, ചക്കരവള്ളിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയും. പെപ്പർ നിങ്ങൾക്ക് എല്ലാം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും അറിയാം കുരുമുളകാണ്. അതിനെയും ചില നാടുകളിൽ, അതായത് തെക്ക് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുരുമുളകിനെയും കൊടി എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് തോന്നിയോ എന്ന് ജസ്റ്റ് എടുത്ത് ചോദിക്കാനുള്ള കാരണം. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആണ്. ബെറ്റൽ വൈൻ ആണ് ആൻസർ. വേറെ വെറൈറ്റീസ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോകും. തുളസി, വെൺമണി, അതൊക്കെ കൽക്കൊടി. അപ്പൊ കൊടി വരുമ്പോ അരിക്കൊടി, അതൊക്കെ ബെറ്റൽ വൈൻ ആണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Suitable age of coconut palms for the cultivation of ginger and turmeric.
ജിഞ്ചർ ആൻഡ് ടെർമറിക് ആസ് വി നോ അത് ഷെയ്ഡ് ക്രോപ്സ് ആണ്, തണലത്ത് അല്ലെങ്കിൽ ഷെയ്ഡ് ലവിങ് ക്രോപ്സ് ആണ് ഈ ജിഞ്ചറും ടെർമറിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഹിന്റ് തന്നിട്ടുണ്ട്, ഷെയ്ഡ് ലവിങ് ക്രോപ്സ് ആകുമ്പോൾ അതിന് ഷെയ്ഡ് വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക ആ കൊക്കനട്ട് പാമിന്റെ ഏജ് അപ്പൊ ഏകദേശം എത്രയായിരിക്കണം, അതാണ് ഞാൻ തന്ന ഹിന്റ്. ഓപ്ഷൻ എ 3 to 4, ഓപ്ഷൻ ഡി 8 to 25, ഓപ്ഷൻ സി 10 to 15, ഡി 15 to 25. അറിയാവോ ആർക്കെങ്കിലും? 15 to 25. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ അതാണോ നോക്കാം. ഓക്കെ, വെരി ഗുഡ്. 15 to 25 ആണ് അതിന്റെ ആൻസർ. അതിൽ തന്നെ ഞാൻ തന്ന ഓപ്ഷനിൽ 3 to 4 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് 3 മുതൽ 4 വർഷം പ്രായമായിട്ടുള്ള തെങ്ങാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. എന്തായാലും ഇല വന്നു കാണും, പക്ഷെ ഇലയൊന്നും പൊക്കത്തിൽ പോവാത്തതുകൊണ്ടും തെങ്ങിന് വലിയ വലിപ്പം നീളമൊന്നും വെക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് കൾട്ടിവേറ്റ് ചെയ്യാം? സെറീൽസ് ആൻഡ് ടെപ്പിയോക്ക ക്യാൻ ബി ഇന്റർക്രോപ്ഡ്. ഇനി 8 ആണെങ്കിലോ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്റർ ക്രോപ്പ് ഓർ മിക്സർ ക്രോപ്പ്. നമുക്ക് ആ സമയത്ത് അതായത് നല്ല ഈൽഡ് തരുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. മാക്സിമം ഒരു തെങ്ങ് ഒരു 40 വർഷം വരെയൊക്കെയാണ് എക്കണോമിക് ഈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാലും തരും, പക്ഷെ നമുക്കൊരു നല്ലൊരു ഗുഡ് ഈൽഡർ ആയിരിക്കില്ല നമ്മുടെ തെങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ 8 മുതൽ 25 വർഷം പ്രായമുള്ള തെങ്ങുകൾക്ക് നമുക്ക് ഇന്റർ ക്രോപ്പ് ചെയ്യാൻ പാടില്ല. അതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിക്കാം. സ്യൂട്ടബിൾ ഇല്ലാത്തത് ഇത് ഇന്റർ ക്രോപ്പിംഗ് നടത്താൻ പറ്റാത്ത ഏജ് ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാറിയണം. 8 മുതൽ 25, 15 മുതൽ 25 ആണെങ്കിൽ ഷെയ്ഡഡ് ക്രോപ്സ് ആയിട്ടുള്ള ജിഞ്ചർ ആൻഡ് ടെർമറിക്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം അറിയാമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, then isolation distance for rice cultivation. ഐസൊലേഷൻ ഡിസ്റ്റൻസ് നമ്മൾ ഹൈബ്രിഡ് റൈസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഐസൊലേഷൻ ഡിസ്റ്റൻസ് പറയാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ജെനറ്റിക്സിൽ അല്ലെങ്കിൽ സി ടെക്നോളജിയിൽ ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്, എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. 3 മീറ്റർ, ഓപ്ഷൻ ബി 6 മീറ്റർ, ഓപ്ഷൻ സി 8 മീറ്റർ, ഓപ്ഷൻ ഡി 9 മീറ്റർ. യെസ്, വെരി ഗുഡ്. നമുക്ക് നോക്കാം ആൻസർ അതാണോ നോക്കാം. യെസ്, ഇറ്റ്സ് 3 മീറ്റർ ആണ്, 3 മീറ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മീറ്റർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ അതിൽ കൂടുതലും സ്ട്രെസ് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും പഠിച്ച് തന്നെ പോണം. ഓക്കെ, അപ്പൊ 3 മീറ്റർ ആണ്. യെസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പേസിംഗ് റെക്കമെൻഡഡ് ഫോർ ട്രെയിലിംഗ് ടൈപ്പ് കൗപ്പി വെറൈറ്റി. സ്പേസിംഗ് റെക്കമെൻഡഡ് ഫോർ ട്രെയിലിംഗ് ടൈപ്പ് കൗപ്പി. കൗപ്പിയിൽ തന്നെ സെമി ട്രെയിലിംഗ്, ബുഷി, ട്രെയിലിംഗ് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രെയിലിംഗ് ആയിട്ട് പടർന്നു പോകുന്ന ആൾക്ക് വേണ്ട സ്പേസിംഗ്. ഓപ്ഷൻ എ 30 to 50, ഓപ്ഷൻ ബി 25 to 15, ഓപ്ഷൻ സി 45 to 30, ഓപ്ഷൻ ഡി 2 into 2 മീറ്റർ. 2 into 2 meter. 2 into 2 meter. 2 into 2 meter. യെസ്, നമുക്ക് നോക്കാം ആൻസർ അതാണോ. യെസ്, 2 into 2 മീറ്റർ ആണ്. നമുക്ക് ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് വേണം, ഒരു പന്തൽ വേണം അല്ലെ. നമുക്കിപ്പോ വള്ളികളൊക്കെ പടർന്നു പോകാൻ ഇപ്പോ പടവലം ആവട്ടെ, അതുപോലെ തന്നെ കൈപ്പക്ക ആവട്ടെ, ഈ പറയുന്ന ഈ കൗപ്പി വെറൈറ്റീസ് ട്രെയിലിംഗ് ആവട്ടെ, നമുക്ക് എന്ത് വേണം, ഒരു പന്തൽ വേണം. അപ്പൊ പന്തലാകുമ്പോ അത്രയും ഒരു 2 into 2 മീറ്റർ ഒക്കെ നമ്മൾ സെന്റിമീറ്റർ പോരാ, കുറച്ച് വലിപ്പം വേണം എന്നിങ്ങനെ ജസ്റ്റ് നിങ്ങൾ മൈൻഡിലോട്ട് കൊണ്ടുവരാം. പന്തലാവുമ്പോ സ്പേസിംഗ് കൂടുതൽ അങ്ങനെ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുഷ് വെറൈറ്റിന് കുറ്റി ടൈപ്പുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബുഷ് ടൈപ്പ് വെറൈറ്റീസിന് നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? ബുഷ് ടൈപ്പ് വെറൈറ്റീസിന് 13 to 15 സെന്റിമീറ്റർ, 30 മുതൽ 15. പിന്നെ ഡിബ്ലിങ്ങിനാണെങ്കിൽ 25 into 15. ഞാൻ അതിലിട്ടിരിക്കുന്ന ഓരോ ഓപ്ഷനും അതിന്റെ ഓരോ ആൻസർ വേറെന്റെ ഓരോ ആൻസർ ആയിട്ട് വരും, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 into 2 ആണെങ്കിൽ ട്രെയിലിംഗ്, ബുഷ് ആണെങ്കിൽ 15, ഡിബ്ലിംഗ് ആണെങ്കിൽ 25 into 15. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് വിഗ്ന റേഡിയേറ്റ? ഓപ്ഷൻ എ ചിക്പി, ഓപ്ഷൻ ബി റെഡ് ഗ്രാം, ഓപ്ഷൻ സി ഗ്രീൻ ഗ്രാം, ഓപ്ഷൻ ഡി സോയാബീൻ. ഗ്രീൻ ഗ്രാം. യെസ്, ഗുഡ്. നമുക്ക് നോക്കാം വിച്ച് വൺ. ഗ്രീൻ ഗ്രാം ആണ് ആൻസർ. അതിൽ നമുക്ക് ചിക്പി എന്താന്ന് നോക്കാം. ചിക്പി അയാൾ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. സൈസർ അറേറ്റിനും ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, സൈസർ എന്ന് പറയുന്നത് താഴെ തന്നതിന്റെ എന്തിന്റെ ബൊട്ടാനിക്കൽ നെയിം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. അത് കിങ് ഓഫ് പൾസസ് ആണ് ചിക്പി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, കിങ് ഓഫ് പൾസ്. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ.
നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിൽ കൂടിയും ഒന്നും കൂടെ നമുക്ക് പഠിച്ചു പോവാന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിക് പീസ്, ഐസർ, അറേറ്റിനം, കിങ് ഓഫ് പൾസ്. ഓക്കെ, ദെൻ റെഡ് ഗ്രാം എന്താണ്? റെഡ് ഗ്രാം, ഖജാനസ്, ഖജാൻ ഓർ PGNP അല്ലെങ്കിൽ അർഹാർ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ അർഹാർ, തുർ എന്നൊക്കെ പറയുന്ന പേരുള്ളത് ആരാണ്? റെഡ് ഗ്രാമിനാണ്. സോ കോൾഡ് ആസ് ദ ബയോളജിക്കൽ പ്ലൗ ക്രോപ്പ്. മനസ്സിലായോ? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ബയോളജിക്കൽ പ്ലൗ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാണ് റെഡ് ഗ്രാം. ഇനി സോയാബീൻ അറിയാവോ? സോയാബീൻ ഗ്ലൈസിൻ മാക്സ്, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ക്രോപ്പ് ആണ് സോയാബീൻ എന്ന് പറയുന്നത്. അതിന് ജ്വൽ ക്രോപ്പ് എന്ന്, യെല്ലോ ജ്വൽ എന്ന് പറയും നമ്മള്, വണ്ടർ ക്രോപ്പ്, അങ്ങനെയൊക്കെ പേരുകൾ പറയാറുണ്ട് നമ്മൾ ഈ സോയാബീനിന്. ഓക്കെ, വണ്ടർ ക്രോപ്പ്, യെല്ലോ ജ്വല്, പിന്നെ അതുപോലെ തന്നെ ഹയസ്റ്റ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ക്രോപ്പ്, അങ്ങനെയൊക്കെയാണ് ഈ സോയാബീന് നമ്മൾ പേര്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിൽ കൊണ്ട് വിഗ്ന റേഡിയേറ്റ ഗ്രീൻ ഗ്രാം, ദെൻ വിഗ്ന മുങ്ങോ എന്താണ്? വിഗ്ന മുങ്ങോ, മുങ്കോ, മുങ്കോ എന്നാണോ മുങ്ങോ എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് അറിയില്ല. വിഗ്ന മുങ്ങോ എന്താണ്? ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനമാണ് റേഡിയേറ്റർ. യെസ്, ബ്ലാക്ക് ഗ്രാം. അതില്ലാതെ നമുക്ക് ദോശ തിന്നാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ വിഗ്ന റേഡിയേറ്റ് ഗ്രീൻ ഗ്രാമും വിഗ്ന മുങ്കോ എന്ന് പറയുന്നത് ബ്ലാക്ക് ഗ്രാമും ആണ്. ഓക്കെ, യെസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ ടിഷ്യൂ കൾച്ചർ മ്യൂട്ടന്റ് വെറൈറ്റി ഓഫ് കോളിയസ്? കോളിയസ് എല്ലാവർക്കും അറിയാലോ അല്ലെ? കോളിയസ് എന്താണ് സാധനം? കൂർക്ക. യെസ്, ഗുഡ്. അപ്പൊ കോളിയസില് ടിഷ്യൂ കൾച്ചർ മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഈ പറയുന്ന വെറൈറ്റി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഓപ്ഷൻ എ സുലഭ, ഓപ്ഷൻ ബി സുഫല, ഓപ്ഷൻ സി സുരുചി ആൻഡ് ഓപ്ഷൻ ഡി സുഗുണ. ഏതായിരിക്കും? ഒക്കെ എസ്സുകാരാണ് അല്ലെ? എല്ലാം ഓരോരോ വെറൈറ്റികളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഒരിക്കലും മറന്നു പോകരുത്. അതിനാ ഞാൻ അങ്ങനെ ഇട്ടത്. പ്രത്യേകം ക്ലിയർ കട്ട് ആയിട്ട് തന്നെ നിങ്ങളിത് പഠിച്ചു പോണം, തെറ്റിപ്പോവരുത് ഒരിക്കലും. അറിയാം ആർക്കെങ്കിലും കോളിയസിന്റെ മ്യൂട്ടന്റ് ടിഷ്യൂ കൾച്ചർ വെറൈറ്റി? നമ്മൾ POP ഡിസ്കഷൻ ആണ് അല്ലെ? POP എന്നല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഞാൻ ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ POP എന്താണ്? സുഫല. നോക്കാം, സുഫലയാണോ സുലഭയാണോ സുരുചിയാണോ എന്നൊക്കെ നോക്കാം. സുഫല ഉണ്ടോ? സജഷൻ ഉണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഗുഡ്. സുഫലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സുഫല ടിഷ്യൂ കൾച്ചർ മ്യൂട്ടന്റ് വെറൈറ്റി. ഓക്കെ, ഇനി സുലഭയുണ്ട്. സുലഭ, ഓക്കെ, ആ ഒരു ജസ്റ്റ് ഒരു വാക്കിന്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് വെറൈറ്റീസ് മാറുന്നത്. സുലഭയുണ്ട്. സുലഭ എന്ന് പറയുന്നത് കാഷ്യൂ, നമുക്കറിയാം, കശുമാങ്ങയിലും പിന്നെ അതുപോലെ തന്നെ ഐവി ഗോഡ് എന്ന് നമുക്കറിയാലോ എന്താണ്? കോവയ്ക്ക, കോവൽ എന്നൊക്കെ പറയും. അതിലും ഈ സുലഭ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. കെയുവിന്റെ വെറൈറ്റീസ് ആണ് സുലഭ കാഷ്യൂ, പെൻ ഐവി ഗോഡ് വെറൈറ്റി. ഓക്കെ, തെറ്റിപ്പോവരുത്. രണ്ട് ക്രോപ്പിന് സുലഭ വെറൈറ്റി ഉണ്ട്. ഇനി KU സുരുചി, അതായത് KU ആണ് ഇത് റിലീസ് ചെയ്തത്. അതോ ഈ KU സുരുചി എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണ്? ക്ലസ്റ്റർ ബീൻ, അതായത് സയമോപ്സിസ് ടെട്രാഗോണലോബ. നിങ്ങളോട് ചിലപ്പോ ഈ സയന്റിഫിക് നെയിം തന്നിട്ട് ആൻസർ എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതൊരു ക്ലസ്റ്റർ ബീന്റെ ഒരു പ്രത്യേക തരം സയന്റിഫിക് നെയിം ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പ്രത്യേകം ഇട്ടത്. സയമോപ്സിസ് ടെട്രാഗോണലോബ. ഓക്കെ, ക്ലസ്റ്റർ ബീൻ. അടുത്തതാണ് സുഗുണ, ഓപ്ഷനിലുള്ള സുഗുണ, ദാറ്റ് ഈസ് ഹൈബ്രിഡ് നേപ്പിയർ. നമ്മുടെ പശുക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ, നേപ്പിയർ, അതൊരു ഫോഡർ ഗ്രാസ് ആണ്. അപ്പൊ അതിന്റെ വെറൈറ്റിയാണ് സുഗുണ, സുപ്രിയ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which one of the following is a multi-cut variety of amaranthus? Option A Arun, option B Mohini, option C Vaiga, option D Deepika. Arun. Okay, next പോരട്ടെ. Next, any other option? വൈഗ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിക്കോട്ടെ. തെറ്റിയാലും നോ പ്രോബ്ലം, നമ്മൾ പഠിച്ചു പോവുകയാണ്. തെറ്റിയാലേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങൾ ആൻസർ പറയുമ്പോൾ അത് തെറ്റിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, എന്റെ സ്ലൈഡിന് നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നു എന്നുള്ള, എന്നെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ. അതുകൊണ്ടാണ് ഇന്ററാക്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ തെറ്റിയാലും കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വൈഗ. ഓക്കെ, അപ്പൊ ഒരു പറഞ്ഞതിനകത്ത് 4 പേര് പറഞ്ഞു, അതിനകത്തൊരു 3 ഔട്ട് ഓഫ് 4 3 വൈകിയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം വൈകിയാണോ എന്ന് നോക്കാം. യെസ്, വെരി ഗുഡ്, വൈകിയാണ് ആൻസർ. അത് നമ്മൾ അരുൺ എന്ന് പറഞ്ഞില്ല. ആരോ ഫസ്റ്റ് അരുൺ എന്ന് പറഞ്ഞു. സോറി,
അരുൺ എന്ന് പറഞ്ഞു. അരുൺ എന്ന് പറയുന്നത് റെഡ് ടൈപ്പ് അമരാന്ത് വെറൈറ്റി ആണ്. ഓക്കെ, റെഡ് ടൈപ്പ് അമരാന്തിന്റെ തന്നെ ചുവന്ന ടൈപ്പ് ആണ് അത്. ചുവപ്പ് കളർ ഉള്ളതാണ് അരുൺ എന്ന് പറയുന്നത്. ദെൻ മോഹിനി എന്ന് പറയുന്നത് ഗ്രീൻ ടൈപ്പ് അമരാന്താണ്. മോഹിനി ആരാണ്? ഗ്രീൻ ടൈപ്പ്. മോഹിനി, രേണുശ്രീ ഇവരൊക്കെ എന്താണ്? ഗ്രീൻ ടൈപ്പ് അമരാന്താണ്. ഇനി അതിൽ തന്നെ ദീപികയുണ്ട്. KU ദീപിക. ദീപിക എന്ന് പറഞ്ഞാൽ യാർഡ് ലോങ് ബീന്റെ വെറൈറ്റി ആണ്. ഓക്കെ, ഈ KU ദീപിക എന്ന് പറയുന്നത് എന്തിന്റെ? യാർഡ് ലോങ് ബീൻ എന്ന് പറയുന്നത് ഒരു ക്രോപ്പിന്റെ വെറൈറ്റിയാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വൈകിയാണ് മൾട്ടിക്കട്ട് വെറൈറ്റി. എന്താണ് ഈ മൾട്ടിക്കട്ട് വെറൈറ്റി? നമുക്ക് ഒരുപാട് ഹാർവെസ്റ്റ് ചെയ്ത് ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം, ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, വീണ്ടും ഇലകൾ എടുക്കാം. അതായത് കുറെ തവണ നമുക്ക് അതിൽ നിന്ന് ഹാർവെസ്റ്റ് കിട്ടും. അതാണ് ആ മൾട്ടി കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. KU റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മൾട്ടി കട്ട് വെറൈറ്റി ആണ് വൈഗ എന്ന് പറയുന്നത് അമരാന്തിന്റെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വെക്ടർ ഫോർ ട്രാൻസ്മിറ്റിംഗ് യെല്ലോ വെയിൻ മൊസൈക് ഡിസീസ് ഇൻ ഒക്ര. യെല്ലോ വെയിൻ മൊസൈക് ഡിസീസ് ഇൻ ഒക്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ അഫിഡ്, ഓപ്ഷൻ ബി വൈറ്റ് ഫ്ലൈ, ഓപ്ഷൻ സി മീലിബഗ്, ഓപ്ഷൻ ഡി മൈറ്റ്. വൈറ്റ് ഫ്ലൈ. ഓക്കെ, എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയാവോ? ഓക്കെ, ബെനീസിയ ടബാസി. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് അത് കണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. വൈറ്റ് ഫ്ലൈ, ബെനീസിയ ടബാസി. ഇനി മൊസൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ് അല്ലെ? യെല്ലോ വെയിൻ മൊസൈക്ക്. മൊസൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വരണം വൈറസ് ആണ് ഈ മൊസൈക്ക് ഉണ്ടാക്കുന്നത്. അതിപ്പോ ബിന്ദിയിലോ അല്ലെങ്കിൽ വേറെ ഏത് ക്രോപ്പ് ആയിക്കോട്ടെ, കൗപ്പി ആയിക്കോട്ടെ, എന്ത് ക്രോപ്പ് തന്നെ ആയിക്കോട്ടെ, ഈ മൊസൈക്ക് പരത്തുന്നത് ആരാ? അല്ലെങ്കിൽ മൊസൈക്ക് ഡിസീസ് പരത്തുന്നതല്ല, ഉണ്ടാക്കുന്നത്, ആ ഒരു അസുഖം ഉണ്ടാക്കുന്ന ആരാണ്? ഈ പറഞ്ഞ ആരാണ്? ഒരു വൈറസ് ആണെന്ന് ആലോചിക്കുക. വെക്ടേഴ്സ് മേ ബി സം ക്രോപ്സിൽ അത് മാറി മാറി വരാം. ഇവിടെ നമ്മൾ ചോദിച്ചു വെക്കുന്ന ഒക്രയാണ്. ഒക്രയിൽ ഇറ്റ് ഈസ് ക്ലിയർ വൈറ്റ് ഫ്ലൈ. ഒരിക്കലും മറന്നു പോയിട്ട് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബെനീസിയ ടബാസി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വെറൈറ്റി ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ യൂസ്ഡ് ആസ് എ ട്രാപ്പ് ക്രോപ്പ് ഫോർ നെമറ്റോഡ് ഇൻഫെസ്റ്റേഷൻ. നെമറ്റോഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഫീൽഡിൽ നെമറ്റോഡ് റൂട്ടിലൊക്കെ ഇൻഫെസ്റ്റ് ചെയ്യും ക്രോപ്പില്. അപ്പോ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെറൈറ്റി അതിന് റെസിസ്റ്റന്റ് ആണ്. ആ വെറൈറ്റി നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാപ്പ് ക്രോപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ശ്രീ വരുൺ, ഓപ്ഷൻ ബി ശ്രീ നന്ദിനി, ഓപ്ഷൻ സി ശ്രീ ഭദ്ര, ഓപ്ഷൻ ഡി ശ്രീ രത്ന. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു ഹിന്റ് തന്നതാണ്. ഒന്നും ആരും തരത്തില്ല. ഓക്കെ, ശ്രീഭദ്ര. ഓക്കെ, നമുക്ക് നോക്കാം ശ്രീഭദ്രയാണോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഹിന്റ് തന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പ്, എന്തിനെയോ പിടിക്കുകയാണ് നമ്മളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭദ്രമാക്കി വെക്കുന്ന ഒരു സാധനത്തിന് അവിടെ വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹിന്റ് ആലോചിച്ച് കോഡ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഇട്ടൊക്കെ പഠിക്കുക. ഓക്കെ, അതിന് വേണ്ടിയാണ് ഞാനത് തന്നത്. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ശ്രീഭദ്ര. ഇനി ശ്രീ വരുൺ എന്താണ്? ശ്രീ വരുൺ എന്ന ഹൈലി പാലറ്റബിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ, നല്ല രുചിയാണ് അവൻ കഴിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് ശ്രീ വരുൺ എന്ന് പറയുന്നത്. ഇനി ശ്രീ നന്ദിനി എന്താണ്? കാച്ച് ക്രോപ്പ് ഇൻ പാഡി ഫീൽഡ് ആണ് ശ്രീ നന്ദിനി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് പാഡി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാച്ച് ക്രോപ്പ് ആയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? ശ്രീ നന്ദിനി എന്ന് പറയുന്ന സ്വീറ്റ് പൊട്ടറ്റോ വെറൈറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ അഗ്രോണമി സെക്ഷനിലൊക്കെ പഠിക്കുന്നുണ്ടാവും റിലേ ക്രോപ്പ് എന്താ, കാച്ച് ക്രോപ്പ് എന്താ, ട്രാപ്പ് ക്രോപ്പ് എന്താന്നൊക്കെ, സീക്വൻഷ്യൽ ക്രോപ്പ്, അങ്ങനെ കുറെ ടൈപ്പ് ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ക്രോപ്സ് പ്രത്യേകം എടുത്തെടുത്ത് പഠിക്കും നമ്മള്. ഇപ്പൊ ട്രാപ്പ് ക്രോപ്പ് ഇവിടെ നിങ്ങൾ പറഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ വെറൈറ്റിയാണ്. എല്ലാവരും നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാപ്പ് ക്രോപ്പ് ഉണ്ട്, അറിയാവോ ആർക്കെങ്കിലും? മാരിഗോൾഡ്. അതെ, മാരിഗോൾഡ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ പാഡി ഫീൽഡിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ മേ ബി ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ കാച്ച് ക്രോപ്പ് വെറൈറ്റി ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ യൂസ്ഡ് ആസ് എ കാച്ച് ക്രോപ്പ് ഇൻ പാഡി ഫീൽഡ് എന്ന് ചോദിക്കാം. ഞാനിപ്പോ ഭദ്ര ഇട്ടു, ശ്രീഭദ്ര, അത് ട്രാപ്പ് ക്രോപ്പ് ആണ്. ഇനി കാച്ച് ക്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ നന്ദിനി എന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് ശ്രീ രത്നം അല്ലെ? രത്നം എപ്പോഴും തിളങ്ങും അല്ലെ? അപ്പൊ തിളക്കമുള്ള ആള്, കെരോട്ടിൻ റിച്ച് ആയിരിക്കും അവര്. പിന്നെ ഓറഞ്ച് ഫ്ലഷ്ഡ്, രത്നത്തിന് മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ അങ്ങനത്തെ കളറൊക്കെ ഉദ്ദേശിച്ച് വെച്ചോ, മനസ്സിൽ വെച്ചോ. കെരോട്ടിൻ റിച്ച് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലഷ്ഡ് വെറൈറ്റിയാണ് ശ്രീരത്ന. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ആക്ട് ആസ് എ ഇൻഡിക്കേറ്റർ പ്ലാൻ ഫോർ മാഗ്നീഷ്യം ഡെഫിഷ്യൻസി? ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാഗ്നീഷ്യം ഡെഫിഷ്യൻസിക്ക് ഇൻഡിക്കേറ്റർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്?
ഓപ്ഷൻ എ അമോർഫോഫാലസ്, ഓപ്ഷൻ ബി സാന്തോസോമ, ഓപ്ഷൻ സി കൊളക്കേഷ്യ, ഓപ്ഷൻ ഡി ഗ്രേറ്ററിയ. എനിവൺ? സാന്തോസോമ. ഓക്കെ, നെക്സ്റ്റ്. ആർക്കെങ്കിലും വേറെ സജഷൻ ഉണ്ടോ? ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ആൻസർ അതാണ്. യെസ്, ഇറ്റ് ഈസ് സാന്തോസോമ അല്ലെങ്കിൽ ടാനിയ എന്നൊക്കെ പറയും. സാന്തോസോമയുടെ സയന്റിഫിക് നെയിം ഞാൻ ഇതേ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, ആർക്കും മറന്നു പോവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സാന്തോസോമ സജിറ്റിഫോളി എന്നാണ് അതിന്റെ പേര്. ഇനി അമോർഫോഫാലസ് എന്താ? അമോർഫോഫാലസ് അതാണ് എലിഫന്റ് കൂട്ടിയാൻ, ചേന. അമോർഫോഫാലസ് പെയിനിഫോളിയസ് എന്നൊക്കെ അതിന് പേരുണ്ട്. ഇനി അടുത്തതാണ് കൊളക്കേഷ്യ. കൊളക്കേഷ്യ ടാരോ എന്ന് പറയും, അതിനെ കൊളക്കേഷ്യ എസ്കുലന്റ എന്ന് പറയും. ദെൻ ഗ്രേറ്ററിയാം. ഗ്രേറ്ററിയാം എന്ന് പറയുന്നത് ലെസറിയാം, വൈറ്റിയാം ഇതൊക്കെ ഡൈസ്കോറേസിയ ഫാമിലി വരുന്നവരാണ്. ഗ്രേറ്ററിയാം എന്ന് പറയുമ്പോൾ ഡൈസ്കോറിയാലേറ്റ. സയന്റിഫിക് നെയിം കൊടുത്തേക്കുന്നത് നിങ്ങൾ ഈ സ്ലൈഡിനകത്ത് തന്നെ അതൊക്കെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ അത്ര ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻസും അതുപോലെ ഇട്ടത് അതുകൊണ്ടാണ്. ലെസറിയാം, ഡൈസ്കോറിയ, എസ്കുലന്റ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഏതെങ്കിലും തന്നിട്ട് ഇതിലേതാണ് വൈറ്റിയാം, ഇതിലേതാ എസറിയാം ഒക്കെ ചോദിക്കാം. ഇനി വൈറ്റിയാം എന്ന് വെച്ചാൽ ഡൈസ്കോറിയ റോട്ടോണ്ടേറ്റ. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകാറുള്ളത്, ഞാൻ ഗ്രേറ്ററിയാമിനെ എപ്പോഴും റോട്ടോണ്ടേറ്റ എന്നാണ് ഞാൻ പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ. പക്ഷെ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പഠിക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ചത്, ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ വലിയ ആള്, അപ്പൊ റൗണ്ട് ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ മനസ്സിൽ ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. പക്ഷെ അത് പൊട്ട തെറ്റാണ്. ഡൈസ്കോറിയ റോട്ടൻഡേറ്റ വൈറ്റിയാം ആണ്. അലൈറ്റ അങ്ങനെ പഠിച്ചു വെക്കുക. ഗ്രേറ്ററിയാം, അലൈറ്റ, ഡൈസ്കോറിയ, അലൈറ്റ. തെറ്റിപ്പോരുത് കേട്ടോ. ഞാൻ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ കോഡ് ഉണ്ടാക്കുമ്പോൾ പറ്റാതിരിക്കാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയുടെ ഇൻഡിക്കേറ്റർ പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? സാന്തോസോമ. ഓപ്ഷൻ മേ ബി ടാനിയ ആവാം, അപ്പൊ ടാനിയ കൊടുക്കുക. അല്ലെങ്കിൽ മേ ബി സയന്റിഫിക് നെയിം ചോദിക്കാം, സാന്തോസോമ സജിറ്റിഫോളിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫാദർ ഓഫ് സൂപ്പർ റൈസ് ആരാണ്? സൂപ്പർ റൈസിന്റെ ഫാദർ. ഓപ്ഷൻ എ ജത്രോട്ടൽ, ഓപ്ഷൻ ബി ഗുരുദേവ് സിംഗ് കുഷ്, ഓപ്ഷൻ സി യുവാൻ ലോങ്പിങ്, ഓപ്ഷൻ ഡി പീട്രോ ഡി ക്രിസൻസി. ഗുരുദേവ് സിംഗ് കുഷ്. ഗുരുദേവ് സിംഗ്. ഓക്കെ, എനി അതർ ഓപ്ഷൻ? എനിബഡി? ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ കട്ട് ആയിട്ട് അറിയാം, ഗുരുദേവ് സിംഗ് കുഷാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള സൂപ്പർ റൈസിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഇനി ജത്രോട്ടൽ ആരാണ്? ടില്ലേജിന്റെ ഫാദർ ആണ് അല്ലെ? ഫാദർ ഓഫ് ടില്ലേജ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഹോഴ്സ് ഗോയിങ് ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ജത്രോട്ടലിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല PSCക്ക്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ജത്രോട്ടൽ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ടില്ലേജിന്റെ ഫാദർ ആണ്. ഓക്കെ, ഇനി യുവാൻ ലോങ്പിങ് എന്ന് പറഞ്ഞ ആരാണ്? ആ പേര് തന്നെ ഒരു ചൈനയുടെ ഒക്കെ ഒരു ഇതുണ്ട് അല്ലെ? ആ ഒരു പേര് കേൾക്കുമ്പോ അദ്ദേഹം ഹൈബ്രിഡ് റൈസിന്റെ ഫാദർ ആണ്. ഇനി പീട്രോ ഡി ക്രിസൻസി ആരായിട്ട് വരും? അഗ്രോണമിയുടെ ഫാദർ ആണ്. ഓക്കെ, കൾട്ടിവേഷൻ ഓഫ് ഫീൽഡ് ക്രോപ്സ് മറ്റു ക്രോപ്സ് ഒക്കെ പറയുന്നതാണ് ഈ അഗ്രോണമി എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പഠനം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന്റെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? പീട്രോ ഡി ക്രിസൻസി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഫാദർ ഓഫ് SRI സിസ്റ്റം. നമ്മൾ നേരത്തെ SRI എന്താ അങ്ങനെ എങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു SRI സിസ്റ്റത്തിന്റെ ഫാദർ ആരാന്നുള്ളത്. എനിബഡി നോ? ഡോക്ടർ MS സ്വാമിനാഥൻ ലോലാനി. ഓക്കെ, നമുക്ക് നോക്കാം ഹെൻറി ഡി ലോലാനി ആരാന്ന് നോക്കാം. യെസ്, ഇറ്റ് ഈസ് ക്ലിയർ. ഹെൻറി ഡി ലോലാനി ആണ് കറക്റ്റ് ആൻസർ. ഇനി MS സ്വാമിനാഥൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഞാനിതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, സോറി. ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇനി ഇതും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടാ. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ വേൾഡ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ വേൾഡിൽ വരുമ്പോ അത് കുറച്ചും കൂടിയും വലിയൊരു പേരിലോട്ട് പോയി. അത് ആരായിട്ട് വരും? നോർമൻ ഇ ബോർലോഗ് വന്നു. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി SRI സിസ്റ്റത്തിന്റെ ഫാദർ ആണ് ഹെൻറി ലി ലോലാനി. ഇനി സോയിൽ സയൻസിന്റെ ഫാദർ ആണ് ഡൊക്കിച്ചേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൊക്കിച്ചേവ്. ഒറ്റ സെക്കൻഡ്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. മാഡം, അപർണ മാഡം, ഹലോ. ഹലോ, പറഞ്ഞോളൂ മിസ്സേ. മാഡം, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ, ഒരു സെക്കൻഡ് കേട്ടാ.
ഉസ്മാമാനെ ഒന്ന് വിളിച്ചിട്ട് പറയും ഞാൻ ക്ലാസ് എടുക്കുക കഴിഞ്ഞിട്ടില്ല എന്നെ കുറെ നേരമായി വിളിക്കുന്നു. ഓക്കെ, തുടങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലി ഓഫ് ബീട്രൂട്ട്. ഫാമിലി ഓഫ് ബീട്രൂട്ട്. ബീട്രൂട്ടിന്റെ ഫാമിലി ഏതാ? ഓപ്ഷൻ എ ചീനോപൊഡിയേസിയെ. ഓപ്ഷൻ അറിയാവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓപ്ഷൻസ്. Xenopodiaceae. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും അതർ ഓപ്ഷൻ? ഓക്കെ, ആരും പറയുന്നില്ല. അപ്പോ ചീനോപോഡിയേസിയെ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചീനോപോഡിയേസി ആയിരുന്നു ബീട്രൂട്ടിന്റെ ഫാമിലി. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് അത് പോണം. PSCക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നാൽ ആരും ചീനോപോഡിയേസി എന്നുള്ള ഓപ്ഷനിലോട്ട് ചീനോപോഡിയേസി എന്ന് പറയുന്നത് ബീട്രൂട്ടിന്റെ ഓൾഡ് ഫാമിലിയാണ്. അമരാന്തേസിയെ അല്ലെങ്കിൽ നമ്മുടെ ചീരയൊക്കെ ഉണ്ടല്ലോ, ചീരയൊക്കെ പെടുന്ന ഫാമിലിയാണ് അമരാന്തേസിയെ. ഓക്കെ, ആരും അത് ശ്രദ്ധിച്ചു കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അമരാന്തേസിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന്റെ പേര്. ഇനി നമുക്കറിയാം അമാരില്ലിഡേസി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. അമാരില്ലിഡേസി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. അതാരാണ്? ഒണിയന്റെ ഫാമിലിയും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓൾഡ് നെയിം അലിയേസി എന്നായിരുന്നു. ഒണിയൻ അല്ലെങ്കിൽ ഉള്ളി, സവോള അങ്ങനെയൊക്കെ വരുന്ന ലീക്ക് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഫാമിലി ആയിരുന്നു ഈ അലിയേസി എന്ന് പറയുന്ന ഫാമിലി. പക്ഷെ അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മാറി അമാരില്ലിഡേസി എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഓക്കെ, സെസാമം. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സെസാമത്തിന്റെ ഫാമിലി ഇറ്റ് ഈസ് പെഡാലിയേസിയെ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് കിട്ടി അല്ലെ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് ഇട്ടത്. ഇനി ബീട്രൂട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ബീറ്റ വൾഗാരിസ്. ഒണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയം സെപ്പ. സെസാമം എന്ന് വെച്ചാൽ സെസാമം ഇൻഡിക്കം. മേ ബി ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ബീട്രൂട്ടിന് ചിലപ്പോൾ ചോദിക്കില്ല ഫാമിലി ഓഫ് ബീറ്റ വൾഗാരിസ്, ഫാമിലി ഓഫ് അലിയം സീപ്പ, ഫാമിലി ഓഫ് സെസാമം ഇൻഡിക്കം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കണ്ട. അതിനു വേണ്ടിയാണ് ഇത് ഇട്ടത്. അപ്പൊ അതും കൂടെ നിങ്ങൾ ഈ സ്ലൈഡിനകത്ത് അതൊക്കെ പഠിച്ചു പോവുക. അപ്പോ മൈൻഡിലേക്ക് വരിക, ചീനോപോഡിയേസി അല്ല ബീട്രൂട്ടിന്റെ ഫാമിലി, അത് ഓൾഡ് ഫാമിലിയാണ്. ലേറ്റസ്റ്റ് പേര് എന്ന് പറയുന്നത് അമരാന്തേസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടാപ്പിയോക്ക വെറൈറ്റി suitable for intercropping in coconut garden for reclaimed alluvial soils of കുട്ടനാട്. നമുക്ക് ഓരോ ക്രോപ്പ് എടുക്കുമ്പോഴും ഈ കുട്ടനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണ്. മീൻ സീ ലെവൽ ഭയങ്കര താഴെയാണ് ആ പ്രദേശം അല്ലെ? അപ്പൊ അതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ആരുണ്ടാക്കിയിട്ടുണ്ട്? അതിന് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് കോക്കനട്ട് ഗാർഡനിൽ നമ്മൾ ഒരു ടൈപ്പ് സാധനം, ഒരു ടാപ്പിയൊക്കെ വെറൈറ്റി നമ്മൾ കൃഷി ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി പ്രത്യേക ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെറൈറ്റിയുടെ പേരെന്താണ് അറിയാവോ? കൽപ്പക. ഓക്കെ, നിങ്ങൾക്ക് ഈ 4 ഓപ്ഷൻ കണ്ടിട്ട് ഇത് 4ഉം ടാപ്പിയൊക്ക വെറൈറ്റി ആണോ? അതെ. കൽപ്പരക്ഷ അല്ല. അല്ല. ഓക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് ഏതാണെന്ന് അറിയാവോ? കൽപ്പരക്ഷ ആരാന്നറിയാവോ? കോക്കനട്ടാന്ന് തോന്നുന്നു. തോന്നുന്നല്ലേ? അത് തന്നെ ഒരു വലിയ PSC ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും തോന്നുന്നെന്ന് പറയരുത്, ഇമ്പോർട്ടന്റ് PSC ക്വസ്റ്റ്യൻ ആണ്. കൾട്ടിവർ ആണ്, കൾട്ടിവർ. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്ന് നോക്കാം. ഓക്കെ, കൽപ്പകയാണ് കറക്റ്റ് ആൻസർ, ഇതിന്റെ ആൻസർ. അപ്പൊ റിക്ലൈംഡ് അലൂവിയൽ സോയിലില് നമ്മള് കൽപ്പക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇനി കൽപ്പരക്ഷ എന്താണ്? കോക്കനട്ട് വെറൈറ്റി സ്യൂട്ടഡ് ഫോർ റൂട്ട് വിൽറ്റ് അഫക്റ്റഡ് ഏരിയാസ് ഓഫ് കോക്കനട്ട്. ഓക്കെ, നമുക്ക് സ്ലൈഡ് മാറ്റിയപ്പോ അല്ലേ ലാസ്റ്റത്തെ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. വെള്ളവനി ഹ്രസ് ആയിരുന്നു മുന്നത്തെ ഓപ്ഷനില്, ഇപ്പൊ സ്ലൈഡ് മാറ്റിയപ്പോ നീലിമയായിട്ടുണ്ട്. ഓക്കെ സോറി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഞാന് ഹ്രസ്വയാണ് എഴുതാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നീലിമ എവിടെന്നോ കയറി വന്നു. സോറി, ഞാൻ തന്നെ അടിച്ചതാണ് എന്തോ ബൈ മിസ്റ്റേക്ക്. സോറി. ഞാനൊരു കാര്യം ചെയ്യാം, ഹ്രസ്വയ്ക്കും നീലിമയ്ക്കും രണ്ടാണ്. അത് ഞാൻ പറഞ്ഞു തരാം അതെന്താന്ന്. അല്പരക്ഷ എന്ന് പറയുന്നത് റൂട്ട് വിൽറ്റ്, നമ്മുടെ കൊക്കനട്ടിന് തെങ്ങുകൾക്ക് ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ റൂട്ട് വിൽറ്റ്. റൂട്ട് വിൽറ്റ് എഫക്റ്റഡ് ഏരിയാസിൽ റൂട്ട് വിൽറ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖം തന്നെ ഉണ്ട് നമുക്ക്. അപ്പോ അതിനു വേണ്ടി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൊക്കനട്ടിന്റെ വെറൈറ്റിയിൽ ഒന്നാണ് ഈ കൽപ്പരക്ഷ. ഓക്കെ, കൽപ്പരക്ഷ രക്ഷകനായിട്ട് നിൽക്കുകയാണ് അവിടെ. ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി കൽപ്പക നമ്മൾ പറഞ്ഞു ടാപ്പിയൊക്കെ വെറൈറ്റിയാണ്. ഈ അടുത്താണ് ശ്രീരേഖ എന്ന് പറയുന്നത് എന്താണ്?
ടോപ്പ് ക്രോസ് ഹൈബ്രിഡ് ആണ്. ടോപ്പ് ക്രോസ് ഈ ടാപ്പിയോക്കയുടെ ടോപ്പ് ക്രോസ് ഹൈബ്രിഡ് ആണ്. ഓക്കെ, ശ്രീരേഖ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളോട് ചോദിക്കാം ടോപ്പ് ക്രോസ് ഹൈബ്രിഡ് ഓഫ് ടാപ്പിയോക്ക വെറൈറ്റി, ദാറ്റ് ഈസ് ശ്രീരേഖ. ഇനി നീലിമ ഞാൻ ആൻസറിനകത്ത് കൊടുത്തെങ്കിലും ഈ നീലിമ എന്ന് പറയുന്നത് ബ്രിഞ്ചാൽ വെറൈറ്റി ആണ്. അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് F1 ഹൈബ്രിഡ് ഓഫ് ബ്രിഞ്ചാൽ, ദാറ്റ് ഈസ് നീലിമ. ഓക്കെ, നീലിമ നീല കളറിൽ വഴുതനയൊക്കെ കണ്ടില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളായണി ഹ്രസ്വ എന്നായിരുന്നു, പക്ഷെ ഇതിലോട്ട് വന്നപ്പോ അങ്ങനെ ആയി പോയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ സ്ലൈഡിൽ ഞാനത് മാറ്റിയിട്ട് തരാം. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആ താഴെയുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്, PSC ക്വസ്റ്റ്യൻ ആണ്. ഇനി വെള്ളായണി ഹ്രസ്വ എന്താണ്? വെള്ളായണി ഹ്രസ്വ ഓൾസോ എ ടാപ്പിയോക്ക വെറൈറ്റി ഹാവിംഗ് ഷോർട്ട് ഡ്യൂറേഷൻ. ഒരു സോറി ഷോർട്ട് ഡ്യൂറേഷൻ അല്ല, ടാപ്പിയോക്ക വെറൈറ്റി ആണ്. ഇനി ഹ്രസ്വ ഉണ്ട്, അതറിയാവോ? ഹ്രസ്വ റൈസ് വെറൈറ്റി. റൈസില് ഷോർട്ട് ഡ്യൂറേഷൻ. റൈസിലെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ഹ്രസ്വ. വെള്ളായണി എക്സ്ട്രാ ഷോർട്ട് ഡ്യൂറേഷൻ അല്ലേ? അതെ, എക്സ്ട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ഇനി ഈ വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത് ടാപ്പിയോക്ക, നീലിമ എന്ന് പറയുന്നത് ബ്രിഞ്ചാൽ. നിങ്ങൾ ആകെ ഇതായോ? ഡൗട്ട്ഫുൾ ആയോ? ഓപ്ഷൻ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ല, ആ, പെട്ടെന്ന് മാറിയപ്പോ പറഞ്ഞുള്ളൂ. ഓക്കെ ശരി. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൊട്ടാണിക്കൽ നെയിം ഓഫ് ബിറ്റർ ഗോഡ്. ബിറ്റർ ഗോഡിന്റെ ബൊട്ടാണിക്കൽ നെയിം ബെനിൻകാസ ഹിസ്പിഡ, മൊമോർഡിക്ക ചെറൻഷ്യ, ട്രൈക്കോസാൻഡ്രസ് ആംഗുന ആൻഡ് സോഫോകാർപ്പസ് ടെട്രാഗോണലോബസ്. മൊമോഡിക്ക ചെറൻഷ്യ. ഓക്കെ, ഇനി മറ്റുള്ളവർക്ക് എന്താണ് നിങ്ങൾക്ക് പറയാവോ? ബെനിൻകാസ ഹിസ്പിഡ എന്താണ്? ആഷ് ഗോഡ്. ട്രൈക്കോസാൻഡ്രസ് ആംഗുനിയോ? സ്നേക് ഗോഡ്. സ്നേക് ഗോഡ്. ഓക്കെ, സോഫോകാർപ്പസ് ടെട്രാഗോണലോബസോ? ഫ്രഞ്ച് ബീൻ. ഫ്രഞ്ച് ബീൻ. എനി അതർ ഓപ്ഷൻ? ഓക്കെ, നമുക്ക് നോക്കാം, സമയം കളയണ്ട. ഞാൻ ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങളോട് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചത്. ഞാൻ പറയാം. ഓക്കെ, ബെനിൻകാസ ഹിസ്പിഡ, ആഷ് ഗോഡ് കറക്റ്റ്. മൊമോഡിക്ക ചെറൻഷ്യാണ് ബിറ്റർ ഗോഡിന്റെ. ട്രൈക്കോസാൻഡ്രസ് ആംഗുനിയാണ് സ്നേക് ഗോഡ്. സോഫോകാർപ്പസ് ടെട്രാഗോണലോ വിങ്ഡ് ബീൻ ആണ് കേട്ടോ, വിങ്ഡ് ബീൻ. ഓക്കെ, വിങ്ഡ് ബീൻ ആണ് സോഫോകാർപ്പസ് ടെട്രാഗോണലോബസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ശ്യാമ ആൻഡ് സുമഞ്ജന ആർ ദ വെറൈറ്റീസ് ഓഫ്. ഇത് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. ശ്യാമയും സുമഞ്ജനി തന്നിരിക്കുന്നതിൽ ആരാണ്? ഗ്രീൻ ഗ്രാം ആണോ, ബ്ലാക്ക് ഗ്രാം ആണോ, റെഡ് ഗ്രാം ആണോ, കൗപ്പി ആണോ? ബ്ലാക്ക് ഗ്രാം. എനി അതർ ഓപ്ഷൻ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. യെസ്, ആൻസർ കറക്റ്റ് ആണ്, ബ്ലാക്ക് ഗ്രാം ആണ്. ഗ്രീൻ ഗ്രാമിന്റെ കുറച്ച് വെറൈറ്റീസ് അപ്പൊ നമുക്ക് നോക്കാം. മദീര, ഫിലിപ്പൈൻസ്, പ്യൂസ, ബൈസാക്കി, CO1 ഇതൊക്കെയാണ് ഗ്രീൻ ഗ്രാമിന്റെ. ചിലപ്പോ ഇങ്ങനെ PSCക്ക് ചോദിച്ചാൽ അത് തെറ്റാതിരിക്കാനാണ് ഞാൻ അതിന് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസും വെറൈറ്റീസ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. റെഡ് ഗ്രാമിന് SA1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഹോഴ്സ് ഗ്രാം ഉണ്ട്. ഹോഴ്സ് ഗ്രാമിന്റെ സയന്റിഫിക് നെയിം ആണ് മാക്രോട്ടിലോമ യൂണിഫ്ലോറം. മാക്രോട്ടിലോമ യൂണിഫ്ലോറം. അടുത്തതാണ് അതിന്റെ കുറച്ച് വെറൈറ്റി നോക്കാം. CO1, പട്ടാമ്പി ലോക്കൽ, AK21, AK42. നമ്മൾ ഈ ഹോഴ്സ് ഗ്രാമിന്റെ വെറൈറ്റീസ് ഒന്നും കോമൺ ആയിട്ട് എവിടെയും പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, CO1, പട്ടാമ്പി ലോക്കൽ, AK21, AK42. ഓക്കെ, അതിൽ ശ്യാമ എന്ന് പറയുന്നത് ആരാണ്? ശ്യാമ ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ സമ്മർ റൈസ് പാലസ് ഓഫ് ഓണാട്ടുകര റീജിയൻ. ഈ ഓണാട്ടുകര അല്ലെങ്കിൽ ഈ ആ ഒരു തെക്കൻ ഭാഗത്തിലെ ഒരു പ്രത്യേകത, ഈ ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഓണാട്ടുകര. നമുക്ക് അവിടെ ഒരു എന്തുണ്ട്, റൈസ് റിസർവ് സ്റ്റേഷൻ ഉണ്ട് അല്ലെ? ഓണാട്ടുകര നമുക്കൊരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് KUവിന്റെ കീഴിലുള്ളത്. ഇനി അടുത്തതാണ്, അപ്പൊ അതിനുവേണ്ടി സമ്മർ റൈസ് പാലോസിൽ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ബ്ലാക്ക് ഗ്രാം വെറൈറ്റിയാണ് ശ്യാമ എന്ന് പറയുന്നത്. ഇനി സുമഞ്ജന എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഏർലി മെച്യൂറിംഗ് സമ്മർ റൈസ് പാലോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഏത് ജില്ലക്കാണത്? ദാറ്റ് ഈസ് ഫോർ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് സുമഞ്ജന എങ്കിൽ ഓണാട്ടുകര അല്ലെങ്കിൽ ആലപ്പുഴയുടെ അറ്റം, അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ല തുടങ്ങി. കായംകുളം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ലയായി. ഓണാട്ടുകര റീജിയന് വേണ്ടിയിട്ടാണ് ശ്യാമ എന്ന് പറയുന്ന വെറൈറ്റി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടും ബ്ലാക്ക് ഗ്രാം വെറൈറ്റീസ് ആണ്. PSCക്ക് നേരത്തെ ചോദിച്ചിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ബയോ ഫെർട്ടിലൈസർ മോസ്റ്റ്ലി റെക്കമെൻഡഡ് ഫോർ അപ്ലാന്റ് ക്രോപ്സ്, ട്രോപ്പിക്കൽ ക്രോപ്സ്, ടിഷ്യൂ കൾച്ചർ, പ്ലാന്റ്ലെറ്റ്സ്. ഈ തന്നിരിക്കുന്നതിൽ ഏത് ബയോ ഫെർട്ടിലൈസർ ആണ് ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? അപ്ലാന്റ് ക്രോപ്സിന് ഉപയോഗിക്കും, ട്രോപ്പിക്കൽ ട്യൂബർ ക്രോപ്സിന് ഉപയോഗിക്കും, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്ലെറ്റ്സിന് ഉപയോഗിക്കും. DGA, അസോള, വാം ആൻഡ് അസോസ്പൈറില്ല. എനിബഡി?
VAM. VAM. Okay. Any other option? അസോസ്പൈറിലം. അസോസ്പൈറിലം. ഓക്കെ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, കുഴപ്പിക്കുന്നില്ല, ഞാൻ ആൻസർ പറയാം. യെസ്, ഇറ്റ് ഈസ് ക്ലിയർ. വാം അല്ലെങ്കിൽ AMF അല്ലെങ്കിൽ ഗ്ലോമസ് സ്പീഷ്യസ്. വാം അറിയാം, വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസേ അല്ലെങ്കിൽ AMF ഒരു ഫംഗസ് ആണത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗ്ലോമസ് സ്പീഷ്യസ് എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ മൂന്നെണ്ണത്തില് ഏത് കൊടുത്താലും ആർബസ്കുലാർ മൈക്കോറൈസൽ ഫംഗേ ആണ് ഈ AMF എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിനകത്ത് ഏത് കൊടുത്താലും ഇത് തന്നെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി BG എന്താണ്? BGA ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ നമ്മൾ വെറ്റ്ലാൻഡ് റൈസ് കൾട്ടിവേഷൻ ഉപയോഗിക്കുന്ന ബയോ ഫെർട്ടിലൈസർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് അസോള എന്ന് പറയുന്നത് എന്താണ്? വെറ്റ്ലാൻഡ് റൈസ് കൾട്ടിവേഷനും പിന്നെ ബയോ ഫെർട്ടിലൈസർ കം പോൾട്രി ഫീഡും കൂടാണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാം. ഈ ഒരു ഫേൺ ആണ്, ഫ്രഷ് വാട്ടർ ഫേണും കൂടെയാണ് ഈ അസോള എന്ന് പറയുന്നത്. ഫേണിന്റെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് ഈ അസോള എന്ന് പറയുന്നത്. ഈ അസോളയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ബയോ ഫെർട്ടിലൈസർ ഈ 4 ഏതെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അസോളയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ വാമും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അസോള എന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസർ കം പോൾട്രി, ഒരു ബയോ ഫെർട്ടിലൈസറും ആണ്. കോഴിത്തീറ്റയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒരു ഫ്രഷ് വാട്ടർ ഫേണും കൂടെയാണെന്ന് ഓർക്കുക. പിന്നെ അസോസ്പൈറിൽ എന്തായിട്ട് വരും? അപ്ലാന്റിലും വെറ്റ്ലാൻഡിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. പ്ലാന്റേഷൻ ക്രോപ്സിനും ഓർച്ചാർഡ് ക്രോപ്സിനും വെജിറ്റബിൾസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബയോ ഫെർട്ടിലൈസർ ആണ് അസോസ്പൈറിലം. ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ സ്പീഡ് കൂടുന്നുണ്ട്, സ്ലോ ആണ്, എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? വേണ്ട മിസ്, ഇങ്ങനെ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഷ്യസ് യൂസ്ഡ് ഫോർ ദ ടെക്നോളജി ഓഫ് കോയർ പിറ്റ് കമ്പോസ്റ്റിംഗ്. അത് ഞാൻ ഓപ്ഷൻ ഇട്ടേക്കുന്നത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തന്നെയാണ്. പ്ലൂറോട്ടസ് സ്പീഷ്യസ്. Pleurotus. യെസ്, ഗുഡ്. അപ്പൊ അതിൽ നമുക്ക് എന്താ? യൂട്രിലസ് യൂജീനിയ എന്താ? യൂട്രിലസ് യൂജീനിയ കമ്പോസ്റ്റിംഗ് എർത്തുവമാണ്. ആര്? യൂട്രിലസ് യൂജീനിയ മാത്രമാണോ അതോ രണ്ടുപേരും ഉണ്ടോ? കേരള ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യൂട്രിലിസ് യൂജീനിയാണ്. ഓക്കെ, യെസ്. യൂട്രിലസ് യൂജീനിയ എന്ന് പറയുന്നത് കേരളത്തിലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അവിടെ നമുക്ക് വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയിട്ട് വെക്കുക. കോർപിറ്റ് കമ്പോസ്റ്റിംഗിനല്ല, കോർപിറ്റ് കമ്പോസ്റ്റിംഗിന്റെ ആൻസർ ആയിരുന്നു പ്ലൂറോട്ടസ് സ്പീഷ്യസ്. ഞാൻ ആൻസർ എടുക്കാം. യൂട്രിലസ് യൂജീനിയ എന്ന് പറയുന്നത് ഐഡിയൽ സ്പീഷ്യസ് യൂസ്ഡ് ഫോർ വെർമി കമ്പോസ്റ്റിംഗ് ടെക്നോളജി അണ്ടർ കേരള കണ്ടീഷൻ. ഐസീനിയ ഫീറ്റിഡയും വെർമി കമ്പോസ്റ്റിന് യൂസ് ചെയ്യുന്ന അതർ സ്പീഷ്യസ് ആണ്. പക്ഷെ കോമൺലി വി ആർ യൂസിങ് യൂട്രിലസ് യൂജീനിയ. ഓക്കെ, ഇനി പ്ലൂറിട്ടസ് സ്പീഷ്യസ് എന്ന് പറയുന്നത് മഷ്റൂം ആണ്. ഒരു തരം മഷ്റൂം ആണ്. മഷ്റൂം ആസ് ഓൾ വി നോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു ടൈപ്പ് ഫംഗസ് ആണ് മഷ്റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു മഷ്റൂം ഗണത്തിൽപ്പെടുന്ന ആളാണ് ആര്? പ്ലൂറോട്ടസ് ജീനസിന്റെ ഒരു മഷ്റൂം ഗണത്തിൽപ്പെടുന്ന ആളാണ് പ്ലൂറോട്ടസ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് AZR ആൻഡ് AZR 15 ആൻഡ് AZR 37 എന്താണ്? അസോസ്പൈറിലം ബ്രസീലിയൻസിന്റെ സ്ട്രെയിൻ ആണ്. കുട്ടനാട് സോയിൽസ് എന്നാണ് ഈ സ്ട്രെയിൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? റൈസിനും വെജിറ്റബിൾസിനും നഴ്സറി പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന ബയോ ഫെർട്ടിലൈസറിന്റെ സ്ട്രെയിൻ. ഓക്കെ, ഈ അസോസ്പൈറിലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ബയോ ഫെർട്ടിലൈസർ. അതിൽ തന്നെ അസോസ്പൈറിലം ബ്രസീലിയൻസ് എന്ന് പറയുന്നതിന് ഉരുത്തിരിച്ചെടുത്തേക്കുന്ന രണ്ടാൾക്കാരാണ്, ഐസൊലേറ്റുകളാണ് AZR 15 ആൻഡ് AZR 37. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. വാട്ട് ഈസ് ദ pH ഓഫ് വെർമി വാഷ്? വെർമി വാഷിന്റെ pH എത്രയാണ്? 7 to 8, 8.5, 5 to 8, 5. എനിബഡി? തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. പാർവതി, നിരഞ്ജന, ബാക്കിയുള്ളവരുടെ പേരൊന്നും പറയാത്തോണ്ട് എനിക്ക് അറിയില്ല. എനിബഡി? 7 to 8. 7 to 8. 5 to 8. ഓക്കെ, ആർക്കെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് വന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ രണ്ട് ആൻസറും തെറ്റാണ്. ആൻസർ നമുക്ക് നോക്കാം. 8.5 ആണ് കറക്റ്റ് ആൻസർ. 7 to 8 എന്ന് പറയുന്നത് വെർമി കമ്പോസ്റ്റ്, ഫാം വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ pH ആണ് 7 to 8 എന്ന് പറയുന്നത്. ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. വെർമി വാഷ്, അതായത് ഈ വെർമി കമ്പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഒരു വാഷ്, ഒരു സംഭവം, ഒരു വെർമി വാഷ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ആണ് അത് നമ്മൾ എന്നിട്ട് പിന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്.
അപ്പോ ആ പറഞ്ഞ സാധനം നിങ്ങൾ അഗ്രോണമി സെക്ഷനിൽ വെർമി കമ്പോസ്റ്റിന്റെ ഏരിയ ഒക്കെ വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കും. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഓവർ ഇത് പറയുന്നേ ഉള്ളൂ. അതിലപ്പോ വെർമി വാഷിന്റെ 8.5 ആണ്. ഇനി 5 to 8 എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഓപ്ഷൻ തന്നെ PHന്റെ ഒരു ക്വസ്റ്റ്യനിൽ ഇട്ടത്. 5 to 8 എന്ന് പറയുന്നത് റൈസിന്റെയും കോക്കനട്ട് കൾട്ടിവേഷന്റെയും PH ആണ്. റൈസും കോക്കനട്ടും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സോയിൽ PH എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 5 to 8 ആയിരിക്കണം. ഒരു അസിഡിക് ടു സ്ലൈറ്റ്ലി ആൽക്കലൈൻ PH അങ്ങനെ പഠിക്കാം. സ്ട്രോങ്ലി അസിഡിക് ടു സ്ലൈറ്റ്ലി ആൽക്കലൈൻ PH ആണ് റൈസിനും കോക്കനട്ട് കൾട്ടിവേഷനും നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ടീ കൾട്ടിവേഷൻ അതും ചോദിച്ചിട്ടുണ്ട്. അസിഡിക് PHൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ഏതാണ് എന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നല്ല ചോദിച്ചിട്ടുണ്ട്. JRF എക്സാമിനും മറ്റുള്ള 1-2 എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ടീ കൾട്ടിവേഷൻ ആണ്. ടീ കൾട്ടിവേഷന് പറ്റിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള PH എന്ന് പറയുന്നത് അസിഡിക് PHൽ വളരുന്ന ആളാണ് ആര്? ടീ. മറന്നു പോകരുത്. അപ്പൊ ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഈ 4നും 4 ഓപ്ഷനും 4 ആൻസറും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.